ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി, ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ, സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയായി ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയായി ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ.
കൊതിക്കുന്നേ, പാദങ്ങൾ പൊങ്ങുന്നേ, എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ, എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഒരു ദിവസം കൂടി ആയിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. യേശുക്രിസ്തു നീതീകരിക്കുന്ന ദൈവമാണ്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നാം എന്തെല്ലാമാണ് പ്രാർത്ഥിക്കുന്നത്? ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയിൽ മുഖ്യ വിഷയങ്ങളായിരിക്കാം. ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കണം, സന്തോഷമായി ജീവിക്കണം, അല്ലലും അലട്ടലുമില്ലാതെ ജീവിക്കണം, മക്കൾ നന്നായി വരണം, അവർ ആരോഗ്യമുള്ളവരായി, ബുദ്ധിയുള്ളവരായി, വിദ്യാഭ്യാസമുള്ളവരായി വളർന്നു വരണം, അവർക്ക് നല്ല ജോലി ലഭിക്കണം, മക്കളുടെ വിവാഹം നടക്കണം, ആരോഗ്യപരമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം, സാമ്പത്തിക നില ഭദ്രമായിരിക്കണം. അങ്ങനെ അനേകം വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും നമ്മുടെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടോ? ആരെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ ഭൂമിയിൽ മനുഷ്യൻ സ്ഥിരവാസിയല്ല. ഈ ഭൂമി വിട്ട് നാം പോകേണ്ടുന്ന ഒരു ദിവസം വരും. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് കൂട്ടിൽ കിടക്കുന്ന കിളിയെ തുറന്നു വിടുമ്പോൾ അത് പറന്നു പോകുന്ന പോലെ ഒരു ദിവസം ഈ കൂട് വിട്ട് പറന്നു പോകേണ്ടതാണ്. അന്ന് ആ പറന്നു പോകുന്ന നമ്മുടെ ആത്മാവാകുന്ന കിളിക്ക് ശാശ്വതമായൊരു വിശ്രാമസ്ഥലം നാം കണ്ടെത്തിയവരാണോ? അതിനുവേണ്ടി നാം ഒരുങ്ങുന്നുണ്ടോ? അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടോ? നാം ഇന്ന് ആയിരിക്കുന്നത് സ്ഥിതി മാറ്റുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. എന്നാൽ നമ്മുടെ സ്ഥിതി മാറിയോ? നാം ഓരോ ദിവസവും വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഇന്നലത്തെ അല്ലെങ്കിൽ ഈ നിമിഷം, ഞാൻ നിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഈ നിമിഷം വരെയും ഞാൻ ജീവിച്ചതുപോലെ ഇനി എനിക്ക് ജീവിക്കേണ്ട. കാരണം എൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളും എൻ്റെ പ്രകൃതങ്ങളും എൻ്റെ പ്രതികരണങ്ങളും ഒന്നും എൻ്റെ ഉള്ളിലെ ആത്മാവ് ആ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണമുള്ള ഒരു രൂപാന്തരം പ്രാപിച്ചിട്ടില്ല. യേശുവിൻ്റെ സ്വഭാവമുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ എത്തുന്നതെങ്കിൽ എൻ്റെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമായി തീർന്നില്ല കർത്താവേ. അതുകൊണ്ട് ഇന്ന് ഞാൻ അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് കഴുകണം, എൻ്റെ സ്ഥിതി ഒന്ന് മാറ്റിത്തരണം. എനിക്ക് ആ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തോടുള്ള ആ സഹിത്വം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണെന്നുള്ള ഉറപ്പോടുകൂടി ജീവിക്കുവാൻ കർത്താവെ എൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിത്തരണം. നിൻ്റെ സ്വഭാവം, അവിടുത്തെ ആ വിശുദ്ധ സ്വഭാവം എനിക്ക് തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നവരാകണം. 14-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറ്റുന്നവൻ യഹോവ. ആ ദൈവമാണ് ഒരു മനുഷ്യൻ്റെ സ്ഥിതി മാറ്റുന്നത്. ദൈവത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് ഏറെ കാലം എനിക്ക് മനസ്സിലാകാതിരുന്ന ഒരു കാര്യമാണ് എന്താണ് മാനസാന്തരം എന്നുള്ളത്. ഞാൻ അനേകം ദൈവദാസന്മാരുടെ നാവിലൂടെ കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് മാനസാന്തരം. ആ മാനസാന്തരം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഇതുപോലെ ആത്മാവിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണമെന്ന്. കാരണം ഈ ഭൂമിയിൽ യാതൊരു കാര്യത്തിലും എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ഈ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യതയായിരുന്നു. ഇവരുടെ എല്ലാം മധ്യത്തിൽ ഞാൻ ജീവിക്കുമ്പോഴും ഞാനൊരു ഏകാഗിയെ പോലെയാണ് ജീവിച്ചത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ കാലങ്ങൾ വചനത്തിൻ്റെ മുമ്പാകെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ശൂന്യതയ്ക്കും എൻ്റെ നിരാശകൾക്കും എൻ്റെ അപകർഷതാബോധത്തിനും ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിൽ ജീവിക്കുന്നതിനും എല്ലാം കാരണം
എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമസ്ഥൻ ദുഷ്ടനായ പിശാചായിരുന്നു. യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ശൂന്യത അനുഭവിച്ചത്. ഒരുവൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു വസിക്കുമ്പോൾ പിന്നെ അവിടെ ശൂന്യതയില്ല. അവിടെ നിത്യപ്രകാശവും നിത്യ വെളിച്ചവും നിത്യസന്തോഷവുമാണ് എന്നുള്ളത് വചനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. മാനസാന്തരം എന്ത് എന്നുള്ളത് അപ്പോഴും നിർവചിക്കാൻ കഴിയാത്ത, മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന 2 ഉദാഹരണങ്ങൾ ഇങ്ങനെ കേട്ടു. അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ അത് പൂർണ്ണ ബോധ്യമായി വന്നത്. അത് ഒന്നാമത്തേത് ഇപ്രകാരമായിരുന്നു. ഒരു ധനാഢ്യനായ മനുഷ്യൻ എല്ലാ സുഖ സൗകര്യങ്ങളും സമ്പത്തും പദവികളും എല്ലാമായി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ടു. ആ വചനം പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. ഇന്ന് വരെയും ജീവിച്ചതുപോലെ ഇനി ജീവിക്കുകയില്ല എന്ന്. അവൻ തൻ്റെ ആ ഭവനത്തിന്, ആ വലിയ വീടിന് തീ കൊടുത്ത് ആ വീട് മുഴുവൻ കത്തി ചാമ്പലാകുമ്പോൾ അവൻ ആ വീട്ടിൽ നിന്ന്, അവനുള്ള സകലതും കത്തിപ്പോവുകയാണ്. അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ആ ഓടുന്ന ഓട്ടത്തിനിടയിൽ അവനിങ്ങനെ വിളിച്ചു പറയുകയാണ്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരികയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പോകുന്നതെന്ന്. അത് മാനസാന്തരത്തിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് വെച്ചാൽ അതുവരെ എന്തെല്ലാം കാര്യങ്ങളിൽ നാം ഇഷ്ടമുള്ളവരായി സന്തോഷം കണ്ടെത്തി ജീവിച്ചുവോ അതിനോടെല്ലാം എന്നേക്കുമായി അത് വെറുത്ത് ഉപേക്ഷിച്ച് ഇനി എന്തെല്ലാം വന്നാലും ആ സാഹചര്യത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന തീരുമാനത്തോടുകൂടി അവിടുന്ന് ഇറങ്ങി ഓടുന്നു. പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ഒരു വ്യക്തിയോടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തിയെ കണ്ടെത്തിയതുകൊണ്ട്, അത് മറ്റാരുമല്ല യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധത്തിൽ ഈ ലോകത്തിൽ തനിക്ക് വിലയേറിയതെല്ലാം എന്നേക്കുമായി ഉപേക്ഷിച്ച് ഇനി മുമ്പോട്ടുള്ള ഭാവി എങ്ങനെയെന്നോ എന്തെന്നോ ഇതിൽ മെച്ചപ്പെട്ട എന്തെങ്കിലും കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല ആ സ്നേഹത്തെ പ്രതി ഓടുന്ന ആ ഓട്ടം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ആ സ്നേഹത്തെ പ്രതി അത് തരണം ചെയ്യാനുള്ള തീരുമാനം, അതാണ് മാനസാന്തരമെന്ന്. രണ്ടാമത് ഞാനിങ്ങനെ കേട്ടു. നമുക്കറിയാം, സ്ത്രീകൾ അനേകർക്ക് അറിയാവുന്ന അനുഭവമാണ്. തങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി കഴിഞ്ഞാൽ, ആ കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി കഴിയുമ്പോൾ ആ സ്ത്രീക്ക് ശരീരത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവൾക്ക് അന്നുവരെയും ഇഷ്ടമുണ്ടായിരുന്ന പല കാര്യങ്ങൾ അന്നു മുതൽ ഇഷ്ടമല്ലാതായി തീരുന്നു. പല ഭക്ഷണത്തോടും വെറുപ്പ്, ചില ഭക്ഷണങ്ങളോട് പ്രത്യേക ഒരു ഇഷ്ടം, ചില കാര്യങ്ങളോടൊരാകർഷണം, ശബ്ദകോലാഹലങ്ങൾ അന്നുവരെ ഇഷ്ടമായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ഒരു ശാന്തത അനുഭവിക്കാനുള്ള ഒരാഗ്രഹം, ഇതെല്ലാം അവളുടെ ഹൃദയത്തിൽ ഉരുവായി വരുന്നു. പിന്നെ അവളുടെ ദിനചര്യകളും ചിട്ടകളും എല്ലാം മാറ്റം വരുന്നു. അവളുടെ ഭക്ഷണ രീതിക്ക് മാറ്റം വരുന്നു. എന്തുകൊണ്ട്? കാരണം അവൾക്കറിയാം അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി. ആ കുഞ്ഞിന് വേണ്ടിയാണ് പിന്നീടുള്ള അവളുടെ ജീവിതമെല്ലാം. അപ്പോൾ അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യാൻ, അതാണ് അവളുടെ ചിന്തയും. ഇങ്ങനെ തന്നെയാണ് മാനസാന്തരം. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ഉരുവായി കഴിഞ്ഞു കഴിയുമ്പോൾ അന്നുവരെയും അവന് ഇഷ്ടമുണ്ടായിരുന്ന, അവന് താല്പര്യമുണ്ടായിരുന്ന പല കാര്യങ്ങളും അവന് വെറുപ്പായി തീരുന്നു. അതിൽ നിന്നെല്ലാം അകന്നു മാറി അന്നുവരെ ശീലിച്ചിരുന്ന പല കാര്യങ്ങളും മാറി പുതിയ ശീലങ്ങളിലേക്ക് കടന്നു വരുന്നു. പിന്നീട് അവൻ്റെ ആ ചിന്ത മുഴുവനും തൻ്റെ ഹൃദയത്തിൽ ഉരുവായിരിക്കുന്ന ഈ ശിശു, ഈ യേശുക്രിസ്തു, യാതൊരു തൻ്റെ ജീവചര്യകളോ സംസാരങ്ങളോ പ്രവൃത്തികളോ ഇടപെടുന്ന സാഹചര്യങ്ങളോ ഒന്നുകൊണ്ടും ഒരു കേട് വരരുത്, ഒരു ദുഃഖം വരരുത് എന്ന ആ ഒരൊറ്റ തീരുമാനത്തോടുകൂടി ജീവിക്കുന്നു. ആ കുഞ്ഞിന് വേണ്ടി അമ്മ തൻ്റെ ജീവിതം മാറ്റിവെക്കുന്ന പോലെ യേശുക്രിസ്തുവിന് വേണ്ടി സകലതും മാറ്റിവെക്കുന്ന അനുഭവം. ഈ 2 ഉദാഹരണങ്ങൾ കേട്ടപ്പോൾ വ്യക്തമായും മനസ്സിലായി എന്താണ് മാനസാന്തരമെന്ന്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൃപയാൽ ഈ ജീവൻ്റെ വചനം കേൾക്കുവാൻ എനിക്കും ഭാഗ്യം കിട്ടി. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാനും യേശു എനിക്ക് കൃപ തന്നു. ഇന്ന് എൻ്റെയും ആഗ്രഹം അതുമാത്രമാണ്. എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്ന ഈ യേശു, അവൻ ആരാണ്? അവൻ മഹത്വവാനാണ്. നമുക്ക് ആർക്കും എത്തിപ്പെടാൻ പോലും പറ്റാത്ത അത്ര ഔന്നത്യത്തിൽ, അത്ര വിശുദ്ധിയിൽ ജീവിക്കുന്ന നിത്യനായ ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത്. ആ ദൈവം അരുളി ചെയ്യാണ്, ഈ കാണുന്നതെല്ലാം എൻ്റെ കൈ ഉണ്ടാക്കിയതാണ്, അങ്ങനെയാണ് ഇതെല്ലാം ഉളവായത്. ആ നിത്യനായ ദൈവം,
അവനെയാണ് അപ്പാ എന്ന് വിളിക്കാൻ ഒരു മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് ഭാഗ്യം ലഭിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, ഇതൊക്കെയും ഉളവായത് ഞാൻ മുഖാന്തരമാണ്. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. ഇത്രയും ഉന്നതനായി വസിക്കുന്ന ദൈവം, ഈ അണ്ടകടാഹം മുഴുവൻ മെനഞ്ഞവനായ ദൈവം പറയുകയാണ്, അരിഷ്ടനും തകർന്ന മനസ്സോടെ അപ്പാ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവരുടെ സ്ഥിതി മാറ്റുവാൻ അവൻ കടന്നു വരുന്ന ദൈവമാണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് നാം അവിടെ വായിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. ചില മനുഷ്യരെക്കുറിച്ച്, ചില മനുഷ്യരുടെ പ്രത്യേകതയാണ് അവിടെ പറഞ്ഞത്. തങ്ങൾക്ക് തന്നെ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവർ. നാം ഈ വചനം വായിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. മാനസാന്തരപ്പെട്ടവരെന്നും കൂട്ടായ്മ ആചരിക്കുന്നവെന്നും പ്രാർത്ഥിക്കുന്നവരെന്നും നമ്മെ തന്നെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? തങ്ങളെ തന്നെ നീതിമാന്മാർ എന്ന് ഉറയ്ക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം? മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം? എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ കർത്താവ് പറയുന്നു, 2 പേര് പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലേക്ക് പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഒരു ദൈവാലയത്തിലേക്ക് 2 പേർ പ്രാർത്ഥിക്കാൻ പോയതായി കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറയുകയാണ്. ഒരുവൻ പരീശനാണ്. അവൻ നിന്നുകൊണ്ട് തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ തുടങ്ങിയ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നുവെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം. അവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ തന്നെ നീതീകരിച്ചും തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോടല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സ്വഭാവം തന്നെ തന്നെ നീതിമാൻ എന്ന് വിധിക്കുന്നവൻ. തനിക്ക് യോഗ്യതയുണ്ട്, തനിക്ക് അർഹതയുണ്ട്. അവൻ്റെ ചിന്ത അങ്ങനെയാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ യോഗ്യനാണ്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ പതാരം കൊടുക്കുന്നവനാണ്, എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. അവന് ചില അവകാശവാദങ്ങളെല്ലാം പറയാനുണ്ട്. ഇന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നവനാണ്, അതെല്ലാം ആചരിച്ച് പോരുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുണ്ട്, എനിക്ക് അർഹതയുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടവനാണ് എന്നെല്ലാമുള്ള ഒരു അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തോടെയാണ് അവൻ ദൈവാലയത്തിൽ വന്നെന്ന് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയല്ല, തന്നെ തന്നെ നീതീകരിക്കുകയും തൻ്റെ അടുക്കൽ ആ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുന്ന ആ ചുങ്കക്കാരനെ വളരെ പുച്ഛത്തോടെ അവനെ ധിക്കരിച്ചുകൊണ്ട്, അവനെപ്പോലെയൊന്നുമല്ല ഞാൻ ശ്രേഷ്ഠനാണെന്ന് തന്നെത്താൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടുന്ന സമയമാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. നമുക്കറിയാം, ഈ ലോകത്തിൽ എപ്പോഴെന്ന് അറിയില്ല, നാളും നാഴികയും അറിയില്ല, നമ്മുടെ മരണം എപ്പോഴെന്ന് അറിയില്ല, കർത്താവിൻ്റെ വരവ് എപ്പോഴെന്ന് അറിയില്ല. ലോകത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ സംഭവമാണ് കർത്താവായ യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്നത്. ആ ഉൽപ്രാപണം എന്ന് നാം കാത്തിരിക്കുന്ന ആ ദിവസം, വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവായ യേശുക്രിസ്തു മേഘത്തിൽ വരുന്ന ആ ദിവസം, അതെപ്പോഴും നമുക്കറിയില്ല. ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നാം അതിനെ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം ആ യേശുക്രിസ്തുവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്നതാണോ? അതോ നാമും ഇങ്ങനെ ഈ പരീശനെ പോലെ അവകാശവാദങ്ങൾ പറയുന്നവരാണോ? ഞാൻ പ്രാർത്ഥിക്കുന്നവരാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലാണ്, എനിക്ക് കൂട്ടായ്മയുമായി ബന്ധമുണ്ട്, ഞാൻ ദൈവവേലയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുന്നവനാണ്, ഇങ്ങനെ അവകാശവാദങ്ങൾ കൊണ്ട് നിൽക്കുന്നവരാണോ? നമ്മുടെ ഉള്ളിൽ ആ അവകാശവാദം വരുമ്പോൾ മറ്റുള്ളവരെ തരം താഴ്ത്തി കാണുന്ന, ചെറുതാക്കി കാണുന്ന ഒരു മനോഭാവം നമ്മിൽ വളർന്നു വരികയാണ്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും
താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നവനാണ്, എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. നാം മുമ്പ് വായിച്ചതുപോലെ, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്ങൾ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം കടാക്ഷിക്കുന്ന ആരെയാണ്? വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ, അരിഷ്ടതയോടെ തൻ്റെ സന്നിധിയിൽ വരുന്നവനെ, ഹൃദയ നുറുക്കത്തോടെ വരുന്നവനെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് പറയുമ്പോൾ, ആ ചുങ്കക്കാരനെ പോലെ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നെല്ലാം അവൻ പറഞ്ഞു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ ദൂരത്ത് മാറി നിൽക്കുകയാണ്. അവന് സ്വർഗത്തേക്ക് നോക്കാൻ പോലും തുനിയുന്നില്ല. അവൻ മാറത്തടിച്ചുകൊണ്ട്, അധികമൊന്നും അവൻ പ്രാർത്ഥിക്കുന്നില്ല, അധികം വാചകങ്ങളൊന്നും അവിടെ നാം കാണുന്നില്ല. ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നവൻ മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ചുങ്കക്കാരന് ദൈവത്തിൻ്റെ വിശുദ്ധിയും അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ മഹത്വവും, താൻ എത്ര പാപിയാണ്, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനോ ആ ദൈവസന്നിധിയിലേക്ക് നോക്കുവാനോ പോലും യോഗ്യതയില്ലാത്തോണം പാപം നിറഞ്ഞവനാണ് താനെന്ന ബോധ്യത്തോടു കൂടിയാണ് ചുങ്കക്കാരൻ വന്ന് നിൽക്കുന്നത്. എനിക്ക് നീതി ലഭിക്കാൻ ഞാൻ യോഗ്യനല്ല, അത്രത്തോളം ഞാൻ പാപിയാണ്. ഒരവകാശവാദവും അവന് പറയുവാനില്ല. അവൻ തകർന്ന ഹൃദയത്തോടെ, പാപബോധമുള്ള ഹൃദയത്തോടെ തകർന്ന് മാറത്തടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കരുണയ്ക്കായി യാചിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുകയാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപ ലഭിക്കേണ്ടതിന് ഈ നമ്മുടെ ക്രിയകളോ നമ്മുടെ കർമ്മങ്ങളോ ഉപവാസങ്ങളോ ഇതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല എന്നാണ് നാം അവിടെ കാണുന്നത്. യേശുക്രിസ്തുവിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് കൃപ ഒഴുകി വരണമെങ്കിൽ ആകപ്പാടെ വേണ്ട ഒരു കാര്യം, താൻ പാപിയാണെന്ന് വിനയത്തോടെ അംഗീകരിക്കാനൊരു മനസ്സ്, തകർന്ന ഹൃദയത്തോടെ, കർത്താവെ, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല നിങ്ങളിൽ നിന്ന് കരുണ ലഭിക്കാൻ, എങ്കിലും എൻ്റെ യേശുവെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് വരുന്നവനാണ് നീതീകരിക്കുന്നവൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. പ്രാർത്ഥനയ്ക്കുള്ള ചില നിബന്ധനകൾ, ചില പടികൾ അവിടെ പറയുകയാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഒരു വ്യക്തിക്ക് പാപക്ഷമ കിട്ടണമെങ്കിൽ എന്തെല്ലാമാണ് വേണ്ടത്? ഒന്നാമത് അവന് വേണ്ടത് തന്നെത്താൻ താഴ്ത്താനുള്ളൊരു മനസ്സ് വേണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പാപിയാണ് എന്ന് അംഗീകരിക്കാൻ, ഞാൻ മറ്റുള്ളവർക്കുള്ളതുപോലെ ഒരു നന്മയും എനിക്കില്ല, നിന്റെ മുമ്പാകെ കടന്നു വരാൻ യാതൊരു യോഗ്യതയും എനിക്കില്ല എന്ന് തന്നെത്താൻ താഴ്ത്താനൊരു മനസ്സ്, ഞാൻ പാപിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പാപം പരിഹരിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ട് ദേഹം മുഴുവൻ ഉഴവുചാൽ പോലെ കീറപ്പെട്ടവനായി തകർന്നവനായി കിടക്കുന്നത്, ഞാൻ ചെയ്ത എൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആ ദൈവ കോപത്തിൽ വെന്ത് കിടക്കുന്നവനാണ് യേശു എന്ന് മനസ്സിലാക്കി അംഗീകരിച്ചും അത് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ കുരിശിൽ കൂടി ഒഴുകുന്ന തിരുരക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കാൻ മതിയായതാണെന്ന് വിശ്വസിച്ച് തന്നെത്താൻ താഴ്ത്തി കൊടുക്കുന്ന ഒരുവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ താണിരുന്നിട്ട് വേണം നമ്മുടെ എല്ലാ അവകാശവാദങ്ങളും താഴ്ത്തി വെച്ച് ഉന്നത ഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് അഹങ്കാര പ്രകൃതങ്ങളെ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിച്ച വാക്കുകൾ പെരുമാറ്റങ്ങൾ വന്നതെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അലസതയോടെ ഉദാസീനതയോടെ ഇരുന്നത് ഏറ്റുപറഞ്ഞ് നാം ആയിരിക്കുന്ന ആ സിംഹാസനങ്ങളിൽ നിന്നെല്ലാം താഴെ ഇറങ്ങി
ആ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നാം പ്രാർത്ഥിക്കണം, കർത്താവേ കരുണ തോന്നണമേ എന്ന്. ആ പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിക്കുന്നവരായി നിൽക്കുമ്പോൾ നാം സമർപ്പണങ്ങൾ പറയണം. കർത്താവെ, ഇന്നുവരെയും ജീവിച്ചതുപോലെ ഇനിയില്ല. നമ്മുടെ ദുർമാർഗങ്ങളെയെല്ലാം വിട്ട് തിരിഞ്ഞ് നാം യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിനവേക്കാർ ആ വചനം കേട്ടപ്പോൾ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞു എന്ന് തങ്ങളുടെ പ്രവൃത്തികളാൽ തെളിയിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദുഷ്ടനായ പിശാച് നമ്മെ നിത്യനരകത്തിലേക്ക് രക്ഷകനായ യേശുവിൻ്റെ അടുക്കൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി ആ രക്ഷകന്റെ അടുക്കൽ ഒരിക്കലും എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കി നമ്മെ പ്രാർത്ഥനയില്ലാത്തവരായി, ദുർമാർഗങ്ങളിൽ നടക്കുന്നവരായി, ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവരായി നമ്മളുടെ ഹൃദയത്തെ കുരുക്കിയിടുമ്പോൾ അന്നും ഇന്നും നിലവിളിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിനക്ക് ഇമ്പമായിരിക്കട്ടെ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചോദിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ, നിന്റെ ഹൃദയം എനിക്കൊന്ന് തരാമോ എന്ന്. അതെത്ര ദുഷ്ടത നിറഞ്ഞ ഹൃദയമാണെങ്കിലും, എത്ര കപടം നിറഞ്ഞതാണെങ്കിലും, അസൂയയും ഇഷ്ടക്കുറവും മുഷിച്ചിലും നീരസവും കയ്പും പ്രതികാര മനോഭാവവും എല്ലാം നിറഞ്ഞ ഹൃദയമാണെങ്കിലും, മകനെ, അത് എനിക്കൊന്ന് തരാൻ നിനക്ക് മനസ്സാണോ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്ന് അവൻ്റെ മുഖം അന്വേഷിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയാൻ തീരുമാനമെടുത്ത്, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കുമെന്ന സമർപ്പണം എടുത്തുകൊണ്ട്, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന സമർപ്പണം, ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വിശുദ്ധിയോടെ യേശുക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുമെന്നുള്ള ആ തീരുമാനവും സമർപ്പണവും നാം ഏറ്റുപറയുമ്പോൾ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, നാം നമ്മെ തന്നെ താഴ്ത്തണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം, നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം, ദൈവസന്നിധിയിൽ സമർപ്പണങ്ങൾ എടുക്കണം. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ദൈവം ചെയ്യുന്ന എന്താണ്? അവൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തിത്തരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ സൗഖ്യം പ്രാപിച്ചവനായി, ദൈവസന്നിധിയിൽ നിന്ന് നീതീകരണം പ്രാപിച്ചവനായി ആ ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നീതികെട്ടവരായ നമുക്ക് വേണ്ടി നിത്യനായ ദൈവം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ, താൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ ഞാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു എന്ന് നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു. അവൻ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധനെന്ന നാമമുള്ളവനാണ്. എന്നാൽ ആ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ യേശുവിന്, ആ ദൈവത്തിന് വസിക്കാൻ ഇഷ്ടമുള്ള ഒരു ഇടമുണ്ട്. താഴ്മയുള്ളവരുടെ ഹൃദയത്തിൽ, മനോവിനയമുള്ളവരുടെ ഹൃദയത്തിൽ, മനസ്താപമുള്ളവരുടെ ഹൃദയത്തിൽ അവർക്ക് ചൈതന്യം വരുത്താൻ അവരോട് കൂടെ വസിക്കുന്ന ദൈവം. ആ കൂടെ വസിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു എന്താണ് ചെയ്തത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ നിത്യമായ ദൈവ സാന്നിധ്യത്തിൽ നമ്മെ എത്തിക്കേണ്ടതിന് വേണ്ടി ഇത്രത്തോളം നികൃഷ്ടരായി, നീചരായി, ഒന്നിനും കൊള്ളാത്തവരായി, ദുഷ്ടനായ പിശാചിന് ഹൃദയം മുഴുവൻ കൊടുത്തവരായി ജീവിച്ച നമുക്ക് വേണ്ടി ആ നിത്യനായ ദൈവം ദാസരൂപമെടുത്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, കുരിശു മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തന്നെത്താൻ അവൻ താഴ്ത്തി നമുക്ക് വേണ്ടി ആ യാതനകളെല്ലാം സഹിച്ചു. എന്തിനു വേണ്ടി? കർത്താവായ യേശു ക്രിസ്തു ആ കുരിശു മരണത്തിന് വേണ്ടി കാൽവറിയിലേക്ക് പോകും മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ ചേർത്തിരുത്തി പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു.
ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന്. യേശുവിൻ്റെ ആഗ്രഹം അതാണ്, നമ്മെ തൻ്റെ സന്നിധിയിൽ ആ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ചേർത്തുകൊള്ളുവാൻ, നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ അവൻ പോയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ യേശു ക്രിസ്തു ജീവിക്കുന്നു. ആ രക്തത്താൽ കഴുകപ്പെട്ടവരായി, ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പ്രാപിച്ചവരായി നമുക്കും ആ ചുങ്കക്കാരൻ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന്. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്ന് നാം അവിടെ വായിക്കുന്നു. നമുക്കും ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ താണിരുന്ന് ആ കുരിശിലെ രക്തത്താലുള്ള നീതീകരണം പ്രാപിച്ച് അവൻ നമ്മെ ചേർക്കാൻ വരുമ്പോൾ നമുക്കായി ഒരുക്കുന്ന ആ ഭവനത്തിലേക്ക് പോകാൻ നമുക്കും ഒരുങ്ങാം. അതിന് നമുക്ക് നമ്മളെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ അപ്പ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് കരുണ തോന്നണമേ. പാപികളായ അടിയങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് കഴുകണമേ. അവിടുന്ന് കൽപ്പിച്ചുവല്ലോ, ഞാൻ നിങ്ങളെ കഴുകിയില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന്. കർത്താവേ, ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രിയിലും പോരാ കർത്താവേ, രാത്രിയിലും പകലിലും നിന്റെ രക്തത്തിൻ്റെ നനവില്ലാത്ത ഒരു സമയം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. സമ്പൂർണമായും നിന്റെ രക്തത്താൽ പൊതിയപ്പെട്ട് അവിടുത്തെ പാദപീഠത്തിൽ വിശ്രമിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാനും, അവിടുന്ന് ഞങ്ങളെ ചേർക്കാൻ വരുമ്പോൾ തൊഴുത്തിൽ നിന്നിറങ്ങുന്ന പശുക്കുട്ടികളെ പോലെ നിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.